നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടു. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിന്റെ നേട്ടം യുവാക്കൾക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ. 9 വലിയ രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാക്കിയെന്നും സാമ്പത്തിക രംഗത്ത് വലിയ നേട്ടം കൈവരിച്ചെന്നും മോദി. രാജ്യസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. പുതിയ വ്യാപാര കരാർ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക്. കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് 10 ഉപാധികളോടെ. പുറത്തിറങ്ങിയാലുടൻ ചോദ്യം ചെയ്യാൻ ഇഡി. തന്ത്രിയുടെ റിമാൻഡ് വീണ്ടും നീട്ടി. നടത്തിയാണ് മാമുക്കോയ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട്, ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്താനം പറയേണ്ടത് എന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഏറ്റുമുട്ടി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ. ചർച്ചയില്ലാതെ ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിഞ്ഞു. ശബരിമലയിലെ സ്വർണം വിറ്റത് കേരളത്തിന് പുറത്തെന്ന് പ്രതിപക്ഷ നേതാവ്. പോറ്റി പുറത്തിറങ്ങുന്നതോടെ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും വി ഡി സതീശൻ. ഭിന്നശേഷി സംവരണത്തിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം. NSSന് അനുകൂലമായ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തി മന്ത്രി. മുഖം മിനുക്കി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് പുതിയ കേന്ദ്ര ചട്ടപ്രകാരം. സമസ്ത വിഭാഗത്തിലെ ഉമർ ഫൈസി മുക്കം ബോർഡിൽ. ചെയർമാനായി MK സക്കീർ തുടരും. 2 മുസ്ലിങ്ങളുടെ ഒഴിവ് പിന്നീട് നികത്തും. സന്തോഷ് ട്രോഫിയിൽ കേരളം ഫൈനലിൽ. സെമിയിൽ പഞ്ചാബിനെ തകർത്തത് എതിരില്ലാത്ത 4 ഗോളുകൾക്ക്. ഫൈനലിൽ സർവീസസിനെ നേരിടും. ISLൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ കൊച്ചിയിൽ തന്നെ നടക്കും. വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പോരാട്ടം വൈകിട്ട് 7:30 മുതൽ. ഇന്ത്യ US വ്യാപാര കരാറിൽ വിശദീകരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പുതിയ വ്യാപാര കരാർ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അതേസമയം വെനസ്വേലയിൽ നിന്നും വീണ്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യം ഇന്ത്യയിലെ എണ്ണ കമ്പനികളാണ് തീരുമാനിക്കേണ്ടതെന്നും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ മുൻനിർത്തി അത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിച്ചോ എന്നതിൽ വ്യക്തമായ മറുപടി നൽകിയതുമില്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പാർലമെന്റിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് പുതുതായി ഒന്നും പറയാനില്ല എന്ന് വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ ആവശ്യങ്ങളും വാണിജ്യപരമായ പരിഗണനകളും കണക്കിലെടുത്താണ് ഊർജ്ജ ഇറക്കുമതി സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തീരുമാനം ജനങ്ങളെ മുന്നിൽ കണ്ടെന്നും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട ശേഷം മാത്രമായിരിക്കും ഇന്ത്യ തീരുവ കുറയ്ക്കുകയെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. കരാറിന്റെ പൂർണ്ണരൂപം ഉടൻ പുറത്തുവരുമെന്നും സംയുക്ത പ്രസ്താവന പുറത്തുവന്നാൽ US തീരുവ കുറയ്ക്കുമെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. That ensuring the energy security of 1.4 billion Indians is the supreme priority of the government. Diversifying our energy sourcing in keeping with objective market conditions and evolving international dynamics is at the core of our strategy to ensure this. All of India's decisions are taken and will be taken with this in mind. അതേസമയം വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് 2020 വരെ ഇന്ത്യ അവിടെ നിന്നും എണ്ണ വാങ്ങിയിരുന്നതായി രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. വെനസ്വേലയിൽ നിന്നും വീണ്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യം ഇന്ത്യയിലെ എണ്ണ കമ്പനികളാണ് തീരുമാനിക്കേണ്ടത്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ മുൻനിർത്തി അത്തരം തീരുമാനങ്ങളുമായി അവർ മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിച്ചോ എന്നതിൽ വ്യക്തമായ മറുപടി നൽകിയതുമില്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. വരുന്ന മാർച്ച് മാസത്തിൽ കരാർ ഒപ്പുവെക്കുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള സംയുക്ത പ്രസ്താവന വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. 2 കേസുകളിലും ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങുന്നതോടെ കേസിൽ ജയിൽ മോചിതരാകുന്നവരുടെ എണ്ണം 4 ആയി.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജനുവരി 21 ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ ഇന്ന് കട്ടിളപ്പാളി കേസിലും പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്. ആഴ്ചയിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണം. അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരിടപെടലും നടത്തരുത്. സാക്ഷികളെ സ്വാധീനിക്കാനോ സംസ്ഥാനം വിട്ട് പുറത്തു പോകാനോ പാടില്ല. കൂടാതെ 2 ലക്ഷം രൂപ വീതമുള്ള 2 പേരുടെ ആൾജാമ്യവും നൽകണം. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതും ജാമ്യത്തിന് അനുകൂല വഴിയൊരുക്കി. കേസിൽ പുറത്തിറങ്ങുന്ന 4ാമത്തെ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവർക്കും സമാന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. S. ശ്രീകുമാറിനെ തെളിവുകളുടെ അഭാവത്തിലും വെറുതെ വിട്ടിരുന്നു. അതേസമയം കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി നീട്ടി. 14 ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. ഓൺലൈനിലൂടെയാണ് തന്ത്രി കോടതിയിൽ ഹാജരായത്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ 3ാം ദിനവും നിയമസഭയിൽ ഭരണപ്രതിപക്ഷ പോർവിളി. SIT അന്വേഷണം തൃപ്തികരമെന്ന ഹൈക്കോടതി പരാമർശം ഉയർത്തിക്കാട്ടി ഭരണപക്ഷവും അന്വേഷണത്തിൽ വീഴ്ചയെന്നും പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും തമ്മിൽ വാക്പോരുണ്ടായി. സഭാ നടപടികളുമായി സഹകരിക്കാത്ത പ്രതിപക്ഷത്തെ സ്പീക്കർ വിമർശിച്ചു. നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങി. ബഹളത്തെ തുടർന്ന് 10 മണിയോടെ സഭ പിരിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് ഉറപ്പിക്കുകയാണ് പ്രതിപക്ഷം. രാവിലെ 8:30യോടുകൂടി സഭയ്ക്ക് പുറത്ത് ഒരുമിച്ച് കൂടിയ UDF അംഗങ്ങൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. അപകടകരമായ നിലയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം പോവുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങുകയും ഇനിയും അകത്തു പോകേണ്ട പ്രതികൾ പുറത്തു നിൽക്കുകയും ചെയ്യുകയാണ്. അന്വേഷണം, വ്യാപകമായ അന്വേഷണം ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി പോകുന്നില്ല എന്നത് അപകടകരമാണ്. തുടർന്ന് പ്രതിഷേധ മാർച്ചോടുകൂടി അകത്തേക്ക് കയറി. ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് വാച്ച് ആൻഡ് വാർഡുമാരെ പ്രതിക്കൂട്ടിലാക്കുകയും സ്പീക്കർ പ്രതിരോധിക്കുകയും ചെയ്തു. ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. ഒരു തരത്തിലും പ്രകോപനം വാച്ച് ആൻഡ് വാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം വാച്ച് ആൻഡ് വാർഡിനെ കൊടികെട്ടിയ, ബാനർ കെട്ടിയ വടി കൊണ്ട് അടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി. സഭയിൽ കഴിഞ്ഞ ദിവസം അങ്ങ് ചില പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ മെമ്പർമാര് ഡയസിലേക്ക് എരച്ചു കയറിയെന്ന്. സർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ കയ്യിലുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയസിലേക്ക് കയറിയത്. തുടർന്ന് സ്വർണ്ണക്കൊള്ളയിൽ മുദ്രാവാക്യങ്ങളുമായി ഇരുപക്ഷവും പോർവിളി നടത്തി. സോണിയാഗാന്ധിയും പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം ഉയർത്തി ഭരണപക്ഷവും അമ്പലം വിഴുങ്ങികൾ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷവും പോരടിച്ചു. SIT അന്വേഷണത്തിൽ തൃപ്തി എന്ന ഹൈക്കോടതിയുടെ പരാമർശം ഉയർത്തിക്കാട്ടിയാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തരുത് എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ തുടക്കം മുതലുള്ള ആഗ്രഹമെന്ന് മന്ത്രി MP രാജേഷ് ആരോപിച്ചു. സർ, ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ? പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായിരുന്ന കാലത്തല്ലേ? അദ്ദേഹത്തറയിൽ മെമ്പറായിരുന്ന കാലത്തല്ലേ? ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടാൻ? SITയുടെ അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നും പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നും ഉന്നത CPM നേതാക്കളിൽ അന്വേഷണം എത്താതിരിക്കാനാണ് സർക്കാർ നീക്കമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPMന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ്. തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. സഭാ നടപടികളുമായി സഹകരിക്കാത്ത പ്രതിപക്ഷ നിലപാടിനെ സ്പീക്കർ വിമർശിച്ചു. 10 മണിയോടുകൂടി സഭ പിരിയുകയും ചെയ്തു. ഭരണപക്ഷ അംഗങ്ങളും ബാനറും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങി. എത്രയോ അധികം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന നിയമസഭാ വേദിയിൽ UDF വളരെ നിഷേധാത്മകമായ നിലപാടാണ് നിയമസഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ല. സഭാന്തരീക്ഷം അലങ്കോലമാക്കി തെരുവ് ചട്ടമ്പികളെ പോലെ അവർ പെരുമാറുകയാണ്.
SIT അന്വേഷണത്തെ പിന്തുണച്ച ഹൈക്കോടതി പരാമർശമുയർത്തി ആരോപണങ്ങളെ സർക്കാർ നേരിട്ടാലും പ്രാഥമിക കുറ്റപത്രം പോലും നൽകാനാകാത്തത് SITയുടെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രതിപക്ഷവും മുന്നോട്ടു പോകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയത് ഗൂഢാലോചനയുടെ ഭാഗമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 90 ദിവസത്തിൽ കുറ്റപത്രം സമർപ്പിക്കാതെ സ്വർണ്ണക്കൊള്ള കേസിലെ മുഴുവൻ പ്രതികളെയും പുറത്തു കൊണ്ടുവരാനായി ഗൂഢാലോചന നടത്തി. പ്രതികളുടെ ജാമ്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരസിച്ചതാണെന്നും സ്വർണ്ണക്കൊള്ള കേസിൽ തങ്ങളുടെ ആരോപണങ്ങൾ അടിവരയിടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത് എന്നും VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കൊള്ളക്കേസിലെ സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതി പുറത്തു വന്നിരിക്കുന്നു. ഇവരുടെ എല്ലാ ജാമ്യം, ഇതിലെ പ്രതികളുടെ പലരുടെയും ജാമ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും നിരസിച്ചാണ്. അയ്യപ്പൻ്റെ സ്വർണം കെട്ടിട്ട് ജാമ്യത്തിന് വരുന്നോ എന്നാണ് സുപ്രീം കോടതി രൂക്ഷമായി ചോദിച്ചത്. ഇവർക്കെല്ലാം അപ്പോൾ ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് പിന്നെ ജാമ്യം കിട്ടാനുള്ള വഴി ഏതാ? 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുക. സ്വർണ്ണക്കൊള്ളയിൽ SITയെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ട് എങ്കിൽ CBIക്ക് വിടണം. മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അന്വേഷണം CBIക്ക് വിടട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി ഒരു വീഴ്ചയാണെന്ന് പറയുമ്പോൾ SITക്ക് ധൈര്യം ഉണ്ടാവോ അത് വീഴ്ചയല്ല എന്ന് പറയാൻ? അത് ഞാൻ ഒക്ടോബർ 3-ാം തീയതി എൻ്റെ ഒന്ന് ട്രാൻസ്ക്രിപ്റ്റ് വായിക്കും, ഞാൻ പറഞ്ഞതാണ്. കാരണം ഞാനിത് കണ്ടതാണ്. കോൺഗ്രസിൻ്റെ സമയത്ത് 2G സ്കാം നടന്നപ്പോൾ ഞാനത് എക്സ്പോസ് ചെയ്തപ്പോൾ കപിൽ സിബൽ വന്ന് പറഞ്ഞു 0 ലോസ്. എന്നിട്ട് അവരൊരു CBI കേസ് ഫയൽ ചെയ്തു, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ. ആ കേസിനെ അവർ വീക്ക്ലി പ്രോസിക്യൂട്ട് ചെയ്തു. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം തുടങ്ങി. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ജാമ്യം നേടി പുറത്തിറങ്ങിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. ജാമ്യം ലഭിച്ചാലുടൻ പോറ്റിക്ക് സമൻസ് അയക്കും. പോറ്റിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാമെന്നാണ് EDയുടെ കണക്കുകൂട്ടൽ. അതേസമയം SITയുടെ പ്രതിപ്പട്ടികയിലുള്ളവർക്ക് പുറമെ മറ്റു ചിലരിലേക്ക് കൂടി ED അന്വേഷണം എത്തിയേക്കും. പത്തനംതിട്ട തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ബാങ്കിൽ ED റെയ്ഡ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി രാജീവ് കണ്ഠരർ 2.5 കോടി രൂപ നിക്ഷേപിച്ചുവെന്നും ആന്റോ ആന്റണി MP ഈ പണം പിൻവലിച്ചു എന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് റെയ്ഡ്. ബാങ്ക് ഉടമ NM രാജുവിന്റെ വീട്ടിലടക്കം പരിശോധന നടത്തി. ഇതേ ബാങ്കിൽ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ED കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പയ്യന്നൂരിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്ത CPM ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. പ്രതികളായവരെ സർക്കാർ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. കേസിന്റെ ഇന്നത്തെ പോക്കിൽ വിശ്വാസി സമൂഹത്തിന് ആശങ്കയുണ്ട് എന്നും കോൺഗ്രസ് അവർക്കൊപ്പമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, താൽക്കാലിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ച് പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് തടയാം. പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ എന്താണ് ഒരു ക്രിമിനൽ കേസിലെ അതിൻ്റെ പ്രത്യാഘാതം, എന്താണ് തെളിവ് നശിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അവരുടെ അറിവോടെയാണ് ഈ സ്വർണം വിറ്റിട്ടുണ്ടാവുക. അവർക്കറിയാം എവിടെ ആർക്ക് കൊടുത്തു എന്ന്. അവിടെ സർക്കാരിൻ്റെ നിയന്ത്രണമുള്ള CPM നേതൃത്വം പാർട്ടി അടിസ്ഥാനത്തിൽ കൂടി അവരെ സംരക്ഷിക്കുകയാണ്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഈ വാദം അടിസ്ഥാനരഹിതം എന്ന് തെളിയുന്നു. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ പുതിയതായി ഒന്നും പറയാനില്ലാതെ സർക്കാർ നിയമസഭയിൽ. NSS മാനേജ്മെന്റിന് അനുകൂലമായ സുപ്രീം കോടതി ഉത്തരവ് മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ചട്ടം 300 അനുസരിച്ച് പ്രത്യേക പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ NSS ഒഴികെയുള്ള മാനേജ്മെന്റുകൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന. ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും പ്രസ്താവനയെ കാത്തിരുന്നത്. എന്നാൽ വിഷയത്തിൽ പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതിനപ്പുറം
കാര്യമായിട്ടൊന്നും ചട്ടം 300 പ്രകാരം മന്ത്രിക്ക് സഭയിൽ വ്യക്തമാക്കാനായില്ല. സ്കൂളിൽ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്ക് നിയമന അംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4 വിധി പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി NSSന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. കേസിന്റെ വിശദാംശങ്ങളും നാൾവഴികളുമാണ് മന്ത്രി വിശദീകരിച്ചത്. NSSന് അനുകൂലമായ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടെന്നും ഏപ്രിൽ 14 പരിഗണിക്കുമ്പോൾ അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞ് മന്ത്രി പ്രസ്താവന അവസാനിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ് സഭയിൽ മന്ത്രിയുടെ പ്രത്യേക പ്രസ്താവന എന്ന് ചുരുക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭിന്നശേഷി സംവരണത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും NSS നേടിയ അനുകൂല വിധി മറ്റു മാനേജ്മെന്റുകൾക്കും നേടിക്കൊടുക്കണമെന്നാണ് സർക്കാരിന്റെ താൽപ്പര്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അതിനായി അഭിഭാഷകരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ പിന്താങ്ങി മറ്റു മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. കേസിൽ NSS മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്കൂളിൽ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്ക് നിയമന അംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4 വിധി പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി NSSന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകത്തിന്റെയും യൂണിഫോമിന്റെയും വിതരണ ഉദ്ഘാടനം ഈ മാസം മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 68 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി കഴിഞ്ഞു. SSLC പരീക്ഷ സംബന്ധിച്ച് നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കാകുലരാകേണ്ടതില്ല. കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചതിന് പ്രധാന അധ്യാപികയെ പുറത്താക്കിയ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. നായർ സർവീസ് സൊസൈറ്റിക്ക് അനുകൂലമായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സമാന സാഹചര്യത്തിലുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നാണ് സർക്കാരിന്റെ നയം. ഇതിനായി സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ജയ്ദീപ് ഗുപ്ത, ജയന്ത് മുത്തുരാജ് തുടങ്ങിയ മുതിർന്ന അഭിഭാഷകരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് കേസ് വാദിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഭിന്നശേഷി സംവരണത്തിൽ NSSന് അനുകൂലമായ വിധി തങ്ങൾക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റുകളും മറ്റ് മാനേജ്മെന്റുകളും കോടതിയിൽ സർക്കാരിനെ പിന്തുണയ്ക്കാൻ അഭിഭാഷകർ നിയോഗിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച സർക്കാർ. കേന്ദ്ര വഖഫ് നിയമപ്രകാരമാണ് പുനഃസംഘടന പൂർത്തിയാക്കിയത്. സമസ്ത വിഭാഗത്തിൽ നിന്നും മുക്കം ഉമർ ഫൈസിയും ബോർഡിലുണ്ട്. നിലവിലുണ്ടായിരുന്ന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീറിനെ തന്നെയാണ് വീണ്ടും ചെയർമാനാക്കിയത്. മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള 2 പ്രതിനിധികളെ ഉടൻ തീരുമാനിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് വഖഫ് ബോർഡ് ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോഴാണ് സർക്കാർ പുനഃസംഘടിപ്പിക്കുന്നത്. കേന്ദ്ര വഖഫ് ഭേദഗതി നിയമവ്യവസ്ഥയിലെ ആശയക്കുഴപ്പത്തെ തുടർന്നാണ് പുനഃസംഘടന ഇത്രയും വൈകിയത്. ഫെബ്രുവരി 5-നുള്ളിൽ പുനഃസംഘടിപ്പിക്കണമെന്ന ഹൈക്കോടതിയുടെ അന്ത്യശാസനയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ സർക്കാർ ഉത്തരവിറക്കിയത്. നിലവിലെ ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ തന്നെ പദവിയിൽ തുടരും. പുതുതായി 9 അംഗങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തി. ഇതിൽ സമസ്ത മുശവറ അംഗം മുക്കർ ഉമർ ഫൈസിയെ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമസ്ത വിഭാഗത്തിൽ നിന്നും CPM അനുകൂല നിലപാട് സ്വീകരിക്കുകയും മുഖ്യമന്ത്രിയുമായി അടുപ്പം സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഉമർ ഫൈസി. മുസ്ലിം ലീഗിനെതിരെ പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള മുശവറ അംഗം കൂടിയാണ് ഉമർ ഫൈസി മുക്കം. A റഹീം MP, കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്നിവരെയും അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തു. അതേസമയം വഖഫ് ബോർഡിലെ അമുസ്ലിങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അംഗത്തട്ടിലിറങ്ങുമ്പോൾ വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് ന്യൂനപക്ഷ വോട്ടുകളെ ബാധിക്കുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വഞ്ചിയൂർ വിഷ്ണു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിന് പിന്നാലെ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് CPM-ൽ നിന്നും കോൺഗ്രസിൽ ചേർന്നു. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്നും വിനോദും സഹപ്രവർത്തകരും അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസാണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് പാർട്ടി എന്നും അതുകൊണ്ടാണ് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത് എന്നും വിനോദ് പറഞ്ഞു.
രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച് പരാതി ഉയർത്തിയ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദും സഹപ്രവർത്തകരും ഉൾപ്പെടെ 6 പേരാണ് ഔദ്യോഗികമായി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഷോൾ അണിയിച്ചവരെ സ്വീകരിച്ചു. വിഷ്ണുവിന്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കി പകുതി കുടുംബത്തിന് നൽകി ബാക്കി പകുതി CPM അടിച്ചുമാറ്റിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വിഷ്ണുവിന് വേണ്ടി ഒരു രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കി ഈ പാർട്ടി. അതിൽ നിന്നും പകുതി പണം കുടുംബത്തിൽ കൊടുത്തു, പകുതി പണം അടിച്ചുമാറ്റി. എന്നിട്ട് ഇവർ ന്യായീകരിക്കുന്നത് വക്കീലിന് കൊടുത്തെന്നാണ്. കോൺഗ്രസ് ആണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് പാർട്ടി എന്ന് മനസ്സിലാക്കിയാണ് അംഗത്വം സ്വീകരിച്ചതെന്ന് വിനോദ് പറഞ്ഞു. കോൺഗ്രസ് ആണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ പാർട്ടിയിലേക്ക് ചേരാൻ ആവേശപൂർവ്വം വന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ നേതാക്കന്മാരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇതൊരു തുടക്കമാണ്. നമ്മുടെ കേരള റാലി കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്കൊരു പെർമിഷൻ അവിടെ വഞ്ചൂർ പ്രദേശത്ത് ഒരു വലിയൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം, ആ സമയത്ത് വളരെ വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൂടെ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വഞ്ചൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തതായി വിനോദ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഫണ്ട് തിരിമറിയിൽ നടപടി നേരിട്ട മുൻ ലോക്കൽ സെക്രട്ടറിയെ CITU ജില്ലാ സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധവുമായി വിനോദ് രംഗത്തെത്തിയിരുന്നു. വിഷ്ണുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ച ഫണ്ടിൽ തിരിമറി നടത്തി നടപടി നേരിട്ട നേതാവിന് വീണ്ടും പദവികൾ നൽകിയതിലാണ് പാർട്ടി അംഗം കൂടിയായ സഹോദരൻ എതിർപ്പ് പരസ്യമാക്കി രംഗത്തെത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ക്യാൻസർ ചികിത്സയിൽ ഔഷധങ്ങളോളം തന്നെ പ്രാധാന്യമുള്ളതാണ് കൃത്യമായ പോഷകാഹാരം എന്ന സന്ദേശമുയർത്തി കൊച്ചി അമൃത ആശുപത്രിയിൽ ലോക ക്യാൻസർ ദിനം ആചരിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി വാക്കത്തോണും പ്രത്യേക പോഷകാഹാര കിറ്റുകളുടെ വിതരണവും തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ക്യാൻസർ ദിനാചരണ ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ, പ്രശസ്ത നാടക പ്രവർത്തക ആശാദേവി TS എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. നാടക പ്രവർത്തക ആശാദേവി ഏകാംഗ നാടകം അവതരിപ്പിച്ചു. അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രോഗികൾക്ക് വിദഗ്ധ ഡോക്ടർമാരുമായി നേരിട്ട് സംവദിക്കാൻ അവസരമൊരുക്കിയിരുന്നു. ഡോക്ടർ പ്രതാപൻ നായർ, ഡോക്ടർ ബീന KV, ഡോക്ടർ വിജയകുമാർ DK, ഡോക്ടർ വെസ്ലി M ജോസ്, ഡോക്ടർ അനൂപ് R, ഡോക്ടർ നീതു PK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആൻഡ്രൂസ് താഴത്ത് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങൾ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കി ആണെന്ന് അൽമായ മുന്നേറ്റം അതിരൂപതാ സമിതി. മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ജോർജ് ആലഞ്ചേരി എന്നിവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ പിതാവ് പറഞ്ഞത് സംഘപരിവാർ നിലപാടാണ്. സഭയിലെ പരിഹരിക്കാത്തത് PFI ഇടപെടൽ മൂലമാണെന്ന ആരോപണം ഗുരുതരമായ ഒന്നാണ്. ആരോപണങ്ങൾ സംബന്ധിച്ച് തെളിവുകൾ പുറത്ത് വിടണം, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് പ്രസ്താവന തിരുത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ചെയ്ത ഒരാൾ, അയാളുടെ മുന്നിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് തോന്നാവുന്ന ഒരു വിവരം വെളിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാർ താഴത്ത് CBCIയുടെ പ്രസിഡന്റാണ്, സീറോ മലബാർ സഭയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്നയാളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് വെളിപ്പെടുത്തുകയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പുറകിലുള്ള ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം സീറോ മലബാർ സഭയുടെ അകത്ത് നുഴഞ്ഞു കയറി അതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അത് കൃത്യമായൊരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെ തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ SC മോർച്ച നിയമസഭാ മാർച്ച് നടത്തി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് സംഘർഷഭരിതമായി. ജലപീരങ്കി പ്രയോഗത്തിൽ SC മോർച്ച ജില്ലാ സെക്രട്ടറി ദിവ്യയ്ക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ദിവ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പട്ടികജാതി വിദ്യാർത്ഥികളുടെ കുടിശ്ശികയുള്ള മുഴുവൻ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുക, പട്ടികജാതി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുക, ഭൂരഹിതരായ മുഴുവൻ പട്ടികജാതി കുടുംബങ്ങൾക്കും ഭൂമിയും വീടും നൽകുക, വർദ്ധിച്ചുവരുന്ന പട്ടികജാതി പീഡനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. റോഡ് സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ഒരുമിച്ച് മുന്നോട്ട്. റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനെന്ന ലക്ഷ്യത്തോടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് മാതൃകയിലാണ് റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്.
റോഡ് സുരക്ഷയുടെ ആദ്യ പാഠവും ഇനി മുതൽ സ്കൂളിൽ പഠിപ്പിക്കും. അടുത്ത അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാന വ്യാപകമായി റോഡ് സേഫ്റ്റി പദ്ധതിക്ക് സ്കൂളുകളിൽ തുടക്കം കുറിക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം മാവേലിക്കരയിൽ നടക്കും. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി റോഡ് സേഫ്റ്റി കേഡറ്റ് എന്ന ഒരു പദ്ധതി തുടങ്ങിയാണ്. ഒരു സ്കൂളിൽ നിന്ന് 30 കുഞ്ഞുങ്ങൾ അതിലുണ്ടാവും. അവർക്കുള്ള പരിശീലനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യും. പൈലറ്റ് റൺ മാവേലിക്കര താലൂക്കിലെ ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിൽ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇവിടെ പരിശീലനം പൂർത്തിയാക്കിയ 30 കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടന ദിവസം നടക്കും. കുഞ്ഞുങ്ങളിലൂടെ സുരക്ഷിതമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ ഈ പദ്ധതി വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കുവച്ചു. റോഡ് സുരക്ഷാ ബോധവൽക്കരണം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക എന്ന സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് റോഡ് സേഫ്റ്റി കേഡറ്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. സുരക്ഷിതമായ റോഡ് സംസ്കാരം വളർത്തിയെടുത്ത് അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിച്ചു മാവേലിക്കര വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തുല്യ അനുപാതത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന 30 വിദ്യാർത്ഥികളായിരിക്കും ഒരു ബാച്ചിലുണ്ടാവുക. 15 മണിക്കൂർ പഠന ക്ലാസുകൾ, 5 മണിക്കൂർ പ്രവൃത്തി പരിചയം, 10 മണിക്കൂർ ശാരീരിക പരിശീലനം എന്നിവ ഉൾപ്പെടുന്നതാണ് സിലബസ്. റോഡ് നിയമങ്ങൾക്ക് പുറമെ അഗ്നിശമന സേനയുമായി ചേർന്ന് ട്രോമ കെയർ, പ്രഥമ ശുശ്രൂഷ, ലഹരി വിരുദ്ധ പ്രവർത്തനം, നീന്തൽ എന്നിവയിലും കേഡറ്റുകൾക്ക് പരിശീലനം നൽകും. KSRTC വർക്ക്ഷോപ്പുകൾ വഴി സാങ്കേതിക പ്രവൃത്തി പരിചയവും ഇവർക്ക് ലഭിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.